Good morning, students. Welcome back. So, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സ്റ്റാക്ക് എന്ന ഡാറ്റ സ്ട്രക്ചർ ആണ്. സോ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഒരു ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇൻസേർഷൻസും ഡിലീഷൻസും ഒക്കെ ചെയ്യുന്നത് ടോപ്പിൽ നിന്നാണ്. സ്റ്റാക്കിന് ഒരു പോർഷൻ ഉണ്ട് ടോപ്പ് എന്ന് പറഞ്ഞ്. സോ ടോപ്പിൽ നിന്നുമാണ് നമ്മൾ ഇൻസേർഷനും ഡിലീഷനും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാക്കിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു എലമെന്റിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ പുഷ് ചെയ്യുക എന്നാണ് പറയുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു എലമെന്റിനെ സ്റ്റാക്കിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് പോപ്പ് ചെയ്യുക എന്നാണ് പറയുക. സോ പുഷ് ആൻഡ് പോപ്പ്, അതായത് ഇൻസേർഷനെ നമ്മൾ പുഷ് എന്ന് പറയും, ഡിലീഷനെ നമ്മൾ പോപ്പ് എന്ന് പറയും. സോ ഇതാണ് മെയിൻ രണ്ട് സ്റ്റാക്കിലെ ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി സ്റ്റാക്കിനെ നമുക്ക് വേറൊരു പേര് വിളിക്കുന്നുണ്ട്, ലിഫോ ലിസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ലിഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് അവസാനം നമ്മൾ ഇൻസേർട്ട് ചെയ്ത എലമെന്റിനെ ആയിരിക്കും നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് സ്റ്റാക്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഒരു സ്റ്റാക്കിന്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നിരിക്കുന്ന ഒരു എം ടി സ്റ്റാക്ക് ആണ്. സോ അതിലേക്ക് നമ്മൾ 1 എന്ന എലമെന്റിനെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. പുഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുക. സോ 1 എന്ന എലമെന്റിനെ പുഷ് ചെയ്തു. അതിനുശേഷം ഞാൻ 2 എന്ന എലമെന്റിനെ പുഷ് ചെയ്തു. ഓക്കെ, അപ്പൊ 1 ഏറ്റവും താഴെ പോയി, അതിന്റെ തൊട്ട് മുകളിലാണ് 2 വന്നത്. ദെൻ വീണ്ടും ഞാൻ 3യെ പുഷ് ചെയ്തു. ഓക്കെ, അപ്പൊ 3 പുഷ് ഓപ്പറേഷൻസ് ആണ് ഞാൻ ഇവിടെ ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പോപ്പ് ഓപ്പറേഷൻ ആണ്. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക. സോ ഞാൻ ഇവിടെ നിന്ന്, അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് 3നെ, അപ്പൊ എനിക്ക് ഇവിടുന്ന് ആദ്യം ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന 3നെയാണ്. സോ ഫസ്റ്റ് എനിക്ക് 3നെ മാത്രമേ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് 2 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ 3നെ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ എനിക്ക് 2നെ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മൾ എന്താണ് സ്റ്റാക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇൻസേർഷനും ഡിലീഷനും എന്ന് പറയുന്നത് ഒരു എൻഡിൽ കൂടാണ് നടക്കുന്നത്. ഒരു എൻഡിൽ കൂടാണ് ഇൻസേർഷനും ഡിലീഷനും സ്റ്റാക്കിൽ നടക്കുന്നത്. അപ്പം നമ്മൾ ഇൻസേർഷനെ നമ്മൾ പുഷ് എന്ന് പറയും, ഡിലീഷനെ നമ്മൾ പോപ്പ് എന്ന് പറയും. ഓക്കെ, സ്റ്റാക്ക് എന്ന് പറയുന്ന ലിഫോ ലിസ്റ്റ് ആണ്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് അവസാനം നമ്മൾ എൻ്റർ ചെയ്ത എലമെന്റിനെ ആയിരിക്കും ഏറ്റവും ആദ്യം നമ്മൾ പോപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാക്കിലെ മെയിൻ ആയിട്ട് വരുന്ന 2 ഓപ്പറേഷൻസ് ഉണ്ട്, പുഷും പോപ്പും. നമ്മൾ നേരത്തെ പറഞ്ഞു, പുഷ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിലേക്ക് നമ്മൾ ഒരു ഐറ്റത്തെ ഇൻസേർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പുഷ് ചെയ്യുക എന്ന് പറയുന്നത്. പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എലമെന്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നതിനെയാണ് പോപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അൽഗോരിതം നോക്കാം. ഒരു എലമെന്റിനെ, സോ അൽഗോരിതം ടു ആഡ് ആൻ എലമെന്റ് ഇൻ ടു എ സ്റ്റാക്ക്, ഒരു എലമെന്റിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുന്നു അല്ലെ പുഷ് ചെയ്യുന്നതിനുള്ള അൽഗോരിതം നമുക്ക് നോക്കാം. ഓക്കെ, സോ അൽഗോരിതം ആഡ് ഐറ്റം. സോ ഇവിടെ ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐറ്റത്തെയാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഐറ്റത്തെയാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അൽഗോരിതം ആഡ് വിത്തിൻ ബ്രാക്കറ്റ് ഐറ്റം എന്ന് കൊടുത്തത്. സോ ഈ ഐറ്റം എന്താണോ ആ ഐറ്റത്തെ ആയിരിക്കും നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നത്. ദെൻ ടോപ്പ് ഈസ് ദ കറന്റ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ടോപ്പ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോഴത്തെ കറന്റ് ടോപ്പ്, അതായത് ഇപ്പൊ ഇവിടെ വരെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സ്റ്റാക്ക്, അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ടോപ്പ്. ഓക്കെ, ദെൻ എൻ ഈസ് ദ മാക്സിമം സൈസ്. എൻ എന്ന് പറയുന്നത് സ്റ്റാക്കിന്റെ മാക്സിമം സൈസ്. ഓക്കെ, ഇനി നമുക്ക് അൽഗോരിതം നോക്കാം. നമ്മൾ അൽഗോരിതത്തിലേക്ക് നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്, പുഷ് ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, ഇഫ് ടോപ്പ് ഈക്വൽ ടു എൻ ദെൻ പ്രിന്റ് സ്റ്റാക്ക് ഫുൾ. ഓക്കെ, അതായത് ടോപ്പ് എന്ന് പറയുന്നത് എന്നിലാണ് നിൽക്കുന്നതെങ്കിൽ, എൻ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാക്കിന്റെ മാക്സിമം സൈസ് ആണ് എൻ. അപ്പൊ ടോപ്പും മാക്സിമം സൈസിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ മീനിങ് എന്താ, സ്റ്റാക്ക് ഫുൾ ആണെന്നാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ സ്റ്റാക്കില് എലമെന്റുകൾ ഫുൾ ആണ്, ഇനി അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ കേസാണ് എൽസ് ടോപ്പ് ഇസ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1. ടോപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അഡ്വാൻസ് ചെയ്യുക, ഒന്ന് മുകളിലേക്ക് അഡ്വാൻസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഇസ് ഈക്വൽ ടു ഐറ്റം. സോ ഇപ്പൊ ടോപ്പ് എവിടെയാണ് നിൽക്കുന്നത് അവിടേക്ക് എന്ത് ചെയ്യുക, പുതിയ ഐറ്റത്തെ നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റാക്ക് ഫുൾ ആണോ ഇല്ലയോ എന്ന്, അപ്പൊ ഒരു ഐറ്റത്തെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം സ്റ്റാക്ക് ഫുൾ ആണോ അല്ലയോ എന്ന് അറിയണം അല്ലെ. അതിനാണ് ഏറ്റവും ആദ്യത്തെ ഈ ഒരു ഈഫ് കണ്ടീഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്റ്റാക്ക് ഫുൾ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അല്ലാത്ത കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എലമെന്റിനെ ആഡ് ചെയ്യാം. അതെങ്ങനെ ആഡ് ചെയ്യും, ആദ്യം ടോപ്പിനെ നമ്മളൊന്ന് അഡ്വാൻസ് ചെയ്യുക, ടോപ്പ് ഇസ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1 ചെയ്യിപ്പിക്കുക, അതായത് ടോപ്പ് ഒന്ന് മുകളിലേക്ക് അഡ്വാൻസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റാക്ക് ഓഫ് ടോപ്പ്. അപ്പൊ ഇപ്പം സ്റ്റാക്കിന്റെ ടോപ്പ് എവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് നമ്മുടെ ഐറ്റത്തെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ഐറ്റത്തെ നമ്മൾ പുഷ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ഫിഗർ നോക്കിയാൽ അറിയാൻ പറ്റും, ഇപ്പൊ ടോപ്പ് നിൽക്കുന്നത് ഇവിടെ ഡിയിലാണ്. സോ ഇവിടെ സ്പേസ് ഉണ്ട്, പുതിയ എലമെന്റിനെ ആഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ടോപ്പ് നിൽക്കുന്നത് ഇവിടെ ഡിയിലാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇ എന്ന് പറഞ്ഞ എലമെന്റിനെ ഞാൻ ഇവിടോട്ട് പുഷ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ടോപ്പിനെ ഒന്ന് അഡ്വാൻസ് ചെയ്തു, അതായത് ഡിയിൽ നിന്ന് നെക്സ്റ്റ് അടുത്ത പോയിന്റിലേക്ക് ഞാൻ ടോപ്പിനെ എന്ത് ചെയ്തു, അടുത്ത ലൊക്കേഷനിലേക്ക് ഞാൻ ടോപ്പിനെ അഡ്വാൻസ് ചെയ്തു. അഡ്വാൻസ് ചെയ്തിട്ട് ഞാൻ ഇയെ അവിടെ എന്ത് ചെയ്തു, പുഷ് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടാമത്തെ ഓപ്പറേഷൻ ആണ്, അൽഗോരിതം ടു ഡിലീറ്റ് ആൻ എലമെന്റ് ഫ്രം എ സ്റ്റാക്ക്, ദാറ്റ് ഈസ് പോപ്പ്.
ഓക്കെ, അപ്പൊ ഒരു എലമെന്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകണം, അതിനെയാണ് നമ്മൾ പോപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എലമെന്റിനെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതിനുള്ള അൽഗോരിതം നോക്കാം. അൽഗോരിതം ഡിലീറ്റ്. സോ ഇവിടെ ഐറ്റം ഈസ് എ വേരിയബിൾ യൂസ്ഡ് ടു ഹോൾഡ് ദ എലമെന്റ് ഡിലീറ്റഡ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അപ്പം സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്ന മാറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തു മാറ്റുന്ന ആ ഒരു എലമെന്റിനെ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ആണ് ഇവിടെ ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന എലമെന്റിനെയാണ് നമ്മൾ ഐറ്റം എന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു അൽഗോരിതത്തിൽ ഞാൻ ഐറ്റം യൂസ് ചെയ്തിരിക്കുന്ന എന്താണ്, ഐറ്റം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. നമ്മൾ ഡിലീറ്റ് ചെയ്ത എലമെന്റിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് ഐറ്റം. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഐറ്റം എന്ന വേരിയബിളിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്റ്റാക്ക് എം ഡി ആണോ നോക്കണം, അല്ലെ? എം ഡി ആണെങ്കിൽ അവിടെ നിന്നൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ആദ്യം നോക്കുന്നത് ടോപ്പ് ഈക്വൽ ടു 0 നോക്കുക. ടോപ്പ് ഈക്വൽ ടു 0 ആണോ, അതായത് ടോപ്പ് എന്ന് പറയുന്നത് 0-യിലാണോ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്താ, സ്റ്റാക്ക് എന്ന് പറയുന്നത് എം ഡി ആണ്, ആ സ്റ്റാക്കിൽ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്കൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എൽസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഐറ്റം ഈസ് ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് ടോപ്പ്. അതായത് ഇപ്പൊ സ്റ്റാക്ക് ഓഫ് ടോപ്പിൽ എന്താണോ ഇരിക്കുന്നത് അതിനെ എടുത്തിട്ട് ഐറ്റത്തിലേക്ക് സേവ് ചെയ്ത് വെക്കുക. അപ്പൊ ആ സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്തായി, ഫ്രീ ആയി, അല്ലെ? ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയി. എന്നിട്ട് എന്ത് ചെയ്യുക, ടോപ്പ് ഇസ് ഈക്വൽ ടു ടോപ്പ് -1. ഇനി ടോപ്പ് എന്ത് ചെയ്യുക, ഒന്ന് എന്ത് ചെയ്യുക, ഡിക്രിമെന്റ് ചെയ്യുക. ഓക്കെ, ടോപ്പ് ഒന്ന്, അതായത് എവിടെ വരെ നിറഞ്ഞിരിക്കുന്നോ അങ്ങോട്ടേക്ക് ടോപ്പിനെ ആക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പോപ്പ് ഓപ്പറേഷൻ ആണ് ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ടോപ്പ് ഇപ്പൊ കറന്റ്ലി നിൽക്കുന്നത് എവിടെയാണ്, ഇയിലാണ് നിൽക്കുന്നത്, അല്ലെ? ഈ ഒരു പൊസിഷനിലാണ് ടോപ്പ് നിൽക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, പോപ്പ് ചെയ്യുക. ഇയെ ഞാൻ ഇവിടുന്ന് പോപ്പ് ചെയ്ത് മാറ്റുക. അപ്പൊ ഇയെ പോപ്പ് ചെയ്യുമ്പോൾ ഞാൻ പോപ്പ് ചെയ്തെടുത്ത് മാറ്റി, എന്നിട്ട് ഇയെ ഞാൻ എന്ത് ചെയ്തു, ഐറ്റം എന്ന വേരിയബിളിലേക്ക് സേവ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്തു, ടോപ്പിനെ ഞാനൊന്ന് ഡിക്രിമെന്റ് ചെയ്തു, അല്ലെ? ടോപ്പിനെ ഞാൻ നെക്സ്റ്റ് താഴത്തോട്ടാക്കി, അതായത് ഡിയിലേക്ക് ഞാൻ ടോപ്പിനെ എന്ത് ചെയ്തു, ഡിക്രിമെന്റ് ചെയ്താക്കി. ഓക്കെ, അപ്പൊ ഇപ്പൊ ടോപ്പ് നിൽക്കുന്നത് ഡിയിലാണ്, അല്ലെ? അപ്പൊ ടോപ്പ് എപ്പോഴും നിൽക്കുന്നത് എവിടെ വരെ സ്റ്റാക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അവിടെ ആയിരിക്കും എന്ത്, ടോപ്പ് എപ്പോഴും പോയിന്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന പോയിന്റർ എപ്പോഴും അവിടെ ആയിരിക്കും പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് എവിടെ വരെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അവിടോട്ടായിരിക്കും കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിലീഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇൻസേർഷനും ഡിലീഷനും, അതായത് പുഷും പോപ്പും, നമ്മൾ സ്റ്റാക്കിന്റെ കേസ് എപ്പോഴും പറയുമ്പോൾ പുഷ് പോപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തോളുക, ഇൻസേർഷൻ ആണ് പറയുന്നത്. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാക്ക്. സ്റ്റാക്കിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. കമ്പ്യൂട്ടറിൽ അതായത് കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ സ്റ്റാക്കിന്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. വെൻ എ ഫംഗ്ഷൻ കോൾ ഒക്കേഴ്സ്, ദ റിട്ടേൺ അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ സ്റ്റാക്ക്. അതായത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ അഡ്രസ്സിനെ സ്റ്റാക്കിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഏത് ഓർഡറിലാണ് കോൾ ചെയ്തത്, നേരെ റിവേഴ്സ് ഓർഡറിൽ അതിനെ തിരിച്ച് റിട്ടേൺ അഡ്രസ് എടുത്തെങ്കിൽ മാത്രമേ തിരിച്ച് വരാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പം ഡെഫിനിഷനിൽ തിരിച്ച് എങ്ങോട്ടാണോ കോള്, എവിടെ നിന്നാണ് കോൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ ഈ റിട്ടേൺ അഡ്രസ് വേണം. അപ്പൊ റിട്ടേൺ അഡ്രസ്സിനെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, സ്റ്റാക്കിലാണ്. നമ്പർ സിസ്റ്റം കൺവേർഷന് വേണ്ടിയിട്ട് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ മെയിൻറ്റെയിനിങ് അൺഡു ലിസ്റ്റ് ഫോർ വേർഡ് ഡോക്യുമെന്റ് ആപ്ലിക്കേഷൻ. നമ്മൾ വേർഡിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺഡു റീഡു എന്ന് പറഞ്ഞ 2 ഓപ്പറേഷൻ ഉണ്ട്. ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റും അൺഡു റീഡു, 2 ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നതായിട്ട്. ഓക്കെ, അപ്പം ഈ അൺഡു ചെയ്യുന്ന ലിസ്റ്റുകൾ വേർഡിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അൺഡു ചെയ്ത് മാറ്റുവാണെങ്കിൽ അൺഡു ചെയ്യുന്നതൊക്കെ എവിടോട്ടായിരിക്കും പോവുക, സ്റ്റാക്കിലേക്കായിരിക്കും പോവുക. ഓക്കെ, അപ്പം നമ്മൾ എന്നിട്ട് റീഡു ചെയ്യുമ്പോഴാണ് അവിടുന്ന് ഓരോന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക, പഴയതുപോലെ ആക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സോർട്ടിങ്ങിന് വേണ്ടി നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്യാം. ദെൻ എക്സ്പ്രഷൻ ഇവാലുവേഷന് വേണ്ടിയിട്ട് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പ്രഷൻ കൺവേർഷന് വേണ്ടിയിട്ട് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, എക്സ്പ്രഷൻ ഇവാലുവേഷൻ, എക്സ്പ്രഷൻ കൺവേർഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്ട്രിംഗ് റിവേഴ്സലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. The last one is used for implementing subroutines in general programming language. Programming language subroutines implement ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാക്കിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് സ്റ്റാക്ക് എന്താണ്, സ്റ്റാക്കിലെ ഇൻസേർഷൻ, ഡിലീഷൻ, പിന്നെ സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് എക്സ്പ്രഷൻ നൊട്ടേഷൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എക്സ്പ്രഷൻ ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെ? അപ്പം നേരത്തെ കണ്ടതിനകത്ത് നമ്മൾ നോക്കുക, അത് എക്സ്പ്രഷൻ ഇവാലുവേഷൻ, എക്സ്പ്രഷൻ കൺവേർഷൻ, അല്ലെ? എക്സ്പ്രഷൻസിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ല എക്സ്പ്രഷൻസിനെ ഒക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് ഈസി ആയിട്ട് അത് ചെയ്യുന്നത്, എക്സ്പ്രഷൻ ഇവാലുവേഷനും എക്സ്പ്രഷൻ കൺവേർഷനും ഒക്കെ. ഓക്കെ, അപ്പൊ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി ഇപ്പൊ A+B എന്ന് എഴുതിയാൽ അതൊരു എക്സ്പ്രഷൻ ആണ്, അല്ലെ? അപ്പൊ ഈ എക്സ്പ്രഷൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതും കൺവേർട്ട് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഈ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇനി എക്സ്പ്രഷൻ നൊട്ടേഷൻസ് ഉണ്ട്. എക്സ്പ്രഷൻസ് മെയിൻ ആയിട്ട് 3 രീതിയിൽ നമുക്ക് നൊട്ടേറ്റ് ചെയ്യാം, 3 രീതിയിൽ കാണിക്കാം. ഇൻഫിക്സ് നൊട്ടേഷൻ ഉണ്ട്, പ്രീഫിക്സ് നൊട്ടേഷൻ ഉണ്ട്, പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ ഉണ്ട്. ഓക്കെ, ഇൻഫിക്സ് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്തായിരിക്കും, 2 ഓപ്പറാൻഡ് വരും, ഓപ്പറാൻഡും ഓപ്പറേറ്ററും കാണും അവിടെ, അല്ലെ? അപ്പം ഒരു ബൈനറി എക്സ്പ്രഷൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ 2 ഓപ്പറാൻഡും ഒരു ഓപ്പറേറ്ററും കാണും, അല്ലെ? അപ്പം ഈ ABCD എന്നൊക്കെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സിമ്പിൾസ് ആണ്, നമ്മൾ ഈ എഴുതുന്ന ചിഹ്നങ്ങളൊക്കെ ഇല്ല, അതായത് സ്റ്റാർ, മൾട്ടിപ്ലിക്കേഷനുള്ള സിമ്പിള്, മൈനസ്, പ്ലസ്, ഡിവിഷൻ സിമ്പിള്, അതൊക്കെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓപ്പറാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ ABCD അങ്ങനെ എഴുതുന്നതൊക്കെയാണ് ഓപ്പറാൻഡ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇനി ഇൻഫിക്സ് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നേരെ നടുക്ക് വരും, അതായത് ഓപ്പറാൻഡിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഓപ്പറേറ്റർ വരിക, A+B, C-D, E*F. ഇതൊന്നും, ഈ നൊട്ടേഷൻസ്, ഇങ്ങനെ വരുന്ന നൊട്ടേഷൻസിനെ പറയുന്ന പേരാണ് ഇൻഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് പ്രീഫിക്സ് നൊട്ടേഷൻ. പ്രീഫിക്സ് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ സിമ്പിൾ ഏറ്റവും ആദ്യം വരും. അത് എപ്പോഴും ഓർത്താൽ മതി. പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ സിമ്പിൾ എപ്പോഴും ആദ്യമാണ് വരുന്നത്, അതായത് +AB, *EG, -CD ഉണ്ടോ. അപ്പൊ ഓപ്പറേറ്റർ ഏറ്റവും ആദ്യം വരുന്നതാണ് എന്ത്, പ്രീഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ. പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പറേറ്റർ വരുന്നത് ലാസ്റ്റ് ആയിരിക്കും, ഓപ്പറാൻഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓപ്പറേറ്റർ വരിക. സോ AB+, EG*, CD-. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് നൊട്ടേഷൻസ് പറയാം. അപ്പൊ ഇൻഫിക്സ് നൊട്ടേഷൻ ഉണ്ട്, പ്രീഫിക്സ് നൊട്ടേഷൻ ഉണ്ട്, പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ. ഇത് എക്സ്പ്രഷൻ നൊട്ടേഷൻസ് ആണ്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എക്സ്പ്രഷൻ, അപ്പൊ നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രീഫിക്സിനെ, ഇൻഫിക്സിനെ പ്രീഫിക്സിലോട്ട് മാറ്റാം, ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പൊ പ്രീഫിക്സ് നൊട്ടേഷനിലോട്ടൊക്കെ ആക്കാൻ പറ്റും, പിന്നെ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനിലാക്കാൻ പറ്റും. സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ കൺവേർഷൻ ചെയ്യുക. ഇൻഫിക്സിനെ പ്രീഫിക്സിലോട്ട് മാറ്റാം, പോസ്റ്റ് ഫിക്സിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പൊ ഈ കൺവേർഷനും ഇവാലുവേഷനും പ്രിഫിക്സിനെ ഇവാലുവേറ്റ് ചെയ്യാം, പോസ്റ്റ് ഫിക്സിനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഇവാലുവേഷൻസ് ഒക്കെ നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും സ്റ്റാക്ക്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നൊട്ടേഷൻസ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രീഫിക്സ് നൊട്ടേഷൻ ആണെങ്കിലും പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നത് ഈസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഈസി ആയിട്ട് ടൈം കുറച്ച് കൺസ്യൂം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ നൊട്ടേഷൻസുകളൊക്കെ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ ഇങ്ങനത്തെ നൊട്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൺവേർഷനും ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എക്സ്പ്രഷന്റെ കൺവേർഷനെ, എക്സ്പ്രഷൻ ഇവാലുവേഷനെ, ഇതൊക്കെ നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് എക്സ്പ്രഷൻ ഇവാലുവേഷൻ കൺവേർഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കിയായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.